എൻ വാസു ആരാണ്? CPM നേതാവാണ്. അയാളെ പിന്നീട് ദേവസ്വം പ്രസിഡന്റാക്കി. എനിക്ക് സഹതാപമാണുള്ളത് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട. അങ്ങ് ഇടപെടാതെ അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റാൻ എനിക്ക് അതിന്റെ ഇരട്ടി അങ്ങോട്ട് കിട്ടുമ്പോ അങ്ങ് മിണ്ടാതിരിക്കണം. ശബരിമലയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസ്യതയോ അവിടുത്തെ വിശ്വാസപൂർവമായ അന്തരീക്ഷത്തിനോ ചേർന്ന ഇടപാടുകളല്ല ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന മുൻ വിധിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡിനെ പേരെടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അന്വേഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ അങ്ങനെ ഒരു ഏകപക്ഷീയമായ കാര്യം അവിടേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായം എങ്ങനെയാണ് CPM പറയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മറ്റു പാനലിസ്റ്റുകൾ. എന്തായാലും ഞാൻ ആവർത്തിക്കുന്നു, അതായത് ഈ ഹൈക്കോടതി നടപടിക്രമങ്ങളിലോ ഇതേവരെ സമർപ്പിക്കപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലോ ആ റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ആകെ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കവേ നമ്മുടെ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി ഞാനിപ്പോൾ സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകളുടെയും പേരെടുത്ത് വെച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ ചർച്ചയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടേ അല്ല ഞാൻ വന്നത്. ഇതിന്റെ ഒരു പൊതുമുരട്ടിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച അപരിഹാര്യമാം വിധം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് പൊതുവിൽ നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒരു വാദം എന്ന നിലയിൽ ഇത്തരം ഘട്ടങ്ങൾ ഉയർത്താറുള്ളത് അതാണ്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ വിശദീകരിച്ചപ്പോൾ പറയുകയാണ് ബഹുമാനിയായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ അല്പ വെളുക്കച്ചിരിയുമൊക്കെയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സംഘടിത തസ്കര സംഘം എന്ന യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഘട്ടത്തിലല്ല കേരള രാഷ്ട്രീയത്തിൽ പലരും ആ പദപ്രയോഗം ഉപയോഗിക്കാൻ തുടങ്ങിയത്. വയനാട്ടിലെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ കോടികൾ പിരിച്ച് കട്ടുപിടിച്ച സംഘത്തെ നോക്കിയിട്ടാണ് സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ആ പ്രയോഗം ഉയർന്നു വന്നത്. ഇരിക്കട്ടെ, സന്ദർഭവശാൽ ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോ അദ്ദേഹം പറയുന്നത് ഇത് CPMന്റെ AKG സെന്ററിൽ നൽകിയ ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂളൊക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനെങ്കിലും ഒന്ന് തയ്യാറാകണ്ടേ? എനിക്ക് സഹതാപമാണുള്ളത് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നേക്കാൾ അർഹിക്കുന്ന നൂറുകണക്കിന് വരുന്ന സഹപ്രവർത്തകരും അങ്ങയുടെ നേതാവും തൽക്കാലം അങ്ങയുടെ പാളയത്തിലുണ്ട്. അതുകൊണ്ട് സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുന്നത് മതിയായിട്ടില്ലെങ്കിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റും വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ്, 100 വീട് കർണാടകയിലെ കോൺഗ്രസ്, 100 വീട് വയനാട്ടിലെ MP, 100 വീട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, 100 വീട് യൂത്ത് കോൺഗ്രസ്, ഇങ്ങനെ പറഞ്ഞ 430 വീടുകൾ ഒരു തറക്കല്ല് പോലും ഇടാതെ പറഞ്ഞ് പറ്റിച്ച ആളുകൾ അങ്ങയുടെ സംഘത്തിലും അങ്ങയുടെ കൂടെയും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ഞാനത് പറയാൻ കാരണം എന്താണ്? അങ്ങ് പറഞ്ഞു ഈ പേരുകാരിൽ കോടതി സസ്പീഷ്യസ് എന്ന് ബഹുമാനിയായ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ടല്ലോ, അതിന് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പേരുകൾ കോടതി ഇന്ന് വിധി പ്രസ്താവത്തിന്റെയും പ്രതികരണത്തിന്റെയും ഭാഗമായി പറഞ്ഞില്ലേ? എന്താണ് ഈ പോറ്റിയെ സംബന്ധിച്ച് പറഞ്ഞത്? എന്താണ് ഈ പാളികളും ഈ സാധന സാമഗ്രികളും സ്വർണം പൂശേണ്ടതുണ്ട്, അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യേണ്ടതുണ്ട്, എന്തുമാവട്ടെ, പൂശിക്കോ ക്ലാഡ് ചെയ്യോ എന്തുമാവട്ടെ, ഇതിങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന ആദ്യം അഭിപ്രായം എഴുതിയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയം എന്താണ്? ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനിയായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഏത് കോൺഗ്രസ് തലപ്പത്തായി ആ മുരാരി ബാബുവിന്റെ സ്വർണം അങ്ങ് ഇടപെടാതെ അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങേക്കെന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റാൻ എനിക്ക് അതിന്റെ ഇരട്ടി അങ്ങോട്ട് കിട്ടുമ്പോ അങ്ങ് മിണ്ടാതിരിക്കണം. കാരണം എന്താണ്? അല്ല, ആങ്കർ ഇത് കാണുന്നില്ലേ? ഞാൻ ഇത് താങ്കൾ പറഞ്ഞ പേരെന്താ? അല്ല, താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താണ്? നേതാവാണ് അവിടെ അടിച്ചു മാറ്റാൻ കഴിയുന്നില്ലേ? ആങ്കർക്ക് ഈ ചർച്ച മര്യാദ പേര് പറയാൻ പറ്റുന്നില്ലേ? തിരുവാഭരണ കമ്മീഷണർ INTUC നേതാവിന്റെ പേര് പറയാൻ അറിയില്ല. തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തിന് മറ്റുള്ളവർ പറഞ്ഞതിന് മറുപടി സമയം കൊടുക്കണം. അങ്ങ് അങ്ങയുടെ ഊഴത്തിൽ പറയൂ. കേൾക്കാൻ ഉതകും വിധത്തിൽ ചർച്ച മുന്നോട്ട് പോകുമല്ലോ. ജേക്ക് പറയൂ. യൂത്ത് കോൺഗ്രസ് നേതാവ് നിക്ക്. ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരികെ അങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം അങ്ങ് ഇടപെടാൻ തയ്യാറാകാതെ അതൊക്കെ അങ്ങ് കോൺഗ്രസ് ഓഫീസിൽ ആ സംസ്കാരം വെച്ചാൽ മതി. മാതൃഭൂമിയുടെ ഫ്ലോറിൽ സംവാദത്തിൽ ആ സംസ്കാരം എടുക്കാൻ കഴിയില്ല. അതിൽ മാന്യമായ ജനാധിപത്യ മര്യാദ അങ്ങ് പാലിക്കണം. ഈ കാര്യങ്ങൾ ക്ലാഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്വർണം പൂശണമെന്ന ആദ്യം എഴുതി വെച്ചവനായ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയമെന്ന
അയാൾ ഏത് സംഘടനയുടെ നേതാവാ? കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ്. ആ മുരാരി ബാബുവിന്റെ സ്വർണം പൂശണം അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യണമെന്ന ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല്, ആ കല്ലിനെ തൊടാതെ വിഴുങ്ങിയ KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, കസ്റ്റോഡിയൻ, ഏതു സംഘടനയുടെ നേതാവാണ്? അതിനൊത്താശ ചെയ്ത ജയശ്രീ ഏത് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഏതു സംഘടനയുടെ നേതാവാണ്? പ്രസിഡന്റ് അല്ല, ഇതെന്താ ഇതിൽ ഓരോ കാര്യവും നോട്ട് ചെയ്ത് വെച്ച് എനിക്കറിയാന്നേ. നിങ്ങൾ അല്ല പിന്നെ എന്ത് മണ്ടത്തരാണ് ഒരാളെ ജനാധിപത്യപരമായ ചർച്ചയില്ല, അങ്ങനെ പറയരുത്. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാനെന്ത് പറയണം? ജേക്ക് സഖാവേ, അത് വേറൊരാളാണ്, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. KS ബൈജു INTUC നേതാവാണോ? എന്നാണ് അത് കോൺഗ്രസ് അങ്ങ് ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ശരി, ഞാൻ പറഞ്ഞല്ലോ. ജേക്ക് പറയട്ടെ. ഇത് രണ്ടാണ്. ഇതാണ് ചർച്ചയുടെ മാനകമെങ്കിൽ, ഇതാണ് ചർച്ചയുടെ രീതിയെങ്കിൽ ഇതെന്തൊരു ഏർപ്പാടാണ്? ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. മാതൃഭൂമിയുടെ ഫ്ലോറിൽ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ചർച്ചയാണ്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇടപെടരുത് എന്ന്. മാധു ഇതിനകത്ത് ബേസിക് പ്രശ്നം എന്താണ്? ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന KS ബൈജുവും G ബൈജുവും രണ്ടാണ്. ശരി, പറഞ്ഞല്ലോ. അബിൻ പറഞ്ഞല്ലോ, അബിനെ കാര്യം പറഞ്ഞല്ലോ. ഇനി ജയിക്കത് പറയട്ടെ. ജെക്സി തോമസ്, ഈ KS ബൈജുവും G ബൈജുവും രണ്ടുപേരാണ്, കോൺഗ്രസ്സുകാരനല്ല, CITU-കാരനാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത്. അങ്ങോട്ട് പിടിച്ചോ. മണ്ടത്തരം പറഞ്ഞത് ആരാണ്? ക്യാപ്സ്യൂൾ വിഴുങ്ങി തൊടാതെയോ തൊട്ടോ വിഴുങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് അങ്ങ് വിശദീകരിക്കുമ്പോൾ കേട്ടോ. KS ബൈജു ആരാണ്? തിരുവാഭരണ കമ്മീഷണർ. ജയശ്രീ ആരാണ്? ദേവസ്വം സെക്രട്ടറി. മുരാരി ബാബു ആരാണ്? ഈ ഗൂഢാലോചനയുടെ കള്ളത്തരത്തിന്റെയും ആദ്യ ശിലഭാഗിയാണ്. ഇവിടെ സൂചിപ്പിച്ച INTUC-യുടെ ജില്ലാ പ്രസിഡന്റ്, ദേവസ്വം സെക്രട്ടറിയാണ് G ബൈജു. J ബൈജു ഉണ്ട്, KS ബൈജു ഉണ്ട്, മുരാരി ബാബു ഉണ്ട്, ജയശ്രീ ഉണ്ട്. ഇവരാകെ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ഈ INTUC-യുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈജു ദേവസ്വം സെക്രട്ടറി ആയിരുന്ന 2022-23 ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ബൈജു, അയാളെ സംബന്ധിച്ചുള്ള ഗൂഢാലോചനയുടെ സംശയം എന്താണ്? അയാളുടെ സമയത്ത് 3 മാസം കൂടുമ്പോൾ ഇത്തരം സാധന സാമഗ്രികൾ സ്വർണം പൂശാനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായിട്ട് കൊണ്ടുപോയതായിട്ടുള്ള വിവരം ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അത് നമ്മളുടെ മുമ്പിലുണ്ട്. അതാണ് INTUC പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ്സുകാരാണോ ഈ തസ്കര സംഘത്തിലുള്ളത് ചോദിക്കാം. ക്യാപ്സ്യൂൾ വിഴുങ്ങാത്ത അങ്ങാണ് ഏറ്റവും സംസാരിച്ചത്. അതിനിടയിൽ അബിൻ സംസാരിച്ചു. അത് ഞാൻ അബിനോട് ചോദിക്കാം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ കണ്ടു. അയ്യോ ഇല്ല, ഒറ്റവാചകം പറഞ്ഞു പൂർത്തിയാക്കാം. ക്യാപ്സ്യൂൾ വിഴുങ്ങാത്ത കോൺഗ്രസിന്റെ നല്ല നേതാവ് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ INTUC നേതാവായ ദേവസ്വം സെക്രട്ടറി ബൈജു ചെയ്ത തെമ്മാടിത്തരം എന്ത്? KS ബൈജു എന്ന തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുരാരി ബാബു അടങ്ങുന്ന ഈ ദേവസ്വം ബോർഡിലെ ഈ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത തെമ്മാടിത്തരം എന്ത്? അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഈ ഗൂഢാലോചനയാണ് കോടതിക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടത്. ആ ഗൂഢാലോചന, ഈ കോൺഗ്രസ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നേതൃത്വത്തിൽ നടപ്പെട്ട ഗൂഢാലോചന കോടതിയുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോ എന്താ കോൺഗ്രസ് നേതാവിന് പൊള്ളുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഈ സംഘടിത തസ്കര സംഘത്തിന്റെ ഭാഗമായത് എന്നുള്ളത് ചോദിക്കാം. അടുക്കൽ അബിൻ വർക്കിയോട് ചോദിക്കാം. പക്ഷേ ഈ പറയുന്ന ഈ വിധിയുടെ 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻസ്, അത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ ഗോൾഡ് ക്ലാഡഡ് ആയിരുന്ന ഈ പാളികൾ പിന്നീട് ഈ കമ്മീഷണറുടെ ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ വെറും കോപ്പർ പ്ലേറ്റ്സ് ആകുന്നത് എങ്ങനെയാണ് എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. N വാസുവാണ് ആ പറയുന്ന കമ്മീഷണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകനായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. ശരി, അടുക്കൽ അബിൻ വർക്കി, അങ്ങ് ഇടയ്ക്കു കയറി സംസാരിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിദീർഘമായി സംസാരിക്കരുത്. എനിക്ക് മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകേണ്ടതുണ്ട്. അടുക്കൽ അബിൻ വർക്കി, രാഷ്ട്രീയമായി, അതായത് നിങ്ങൾ കോൺഗ്രസ്സുകാര്, നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കൾ, ഇവരെല്ലാവരും ചേർന്ന് CPM-ന്റെ കാലത്ത് സംഘടിതമായി കുറ്റകൃത്യം
അത് നടപ്പിലാക്കി അതിന്റെ പടി ദേവസ്വം ബോർഡിന് മുകളിൽ സ്ഥാപിക്കാനുള്ള ശ്രമമാണോ നടത്തിയത്? ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഞാൻ ഇടപെടാനുണ്ടായ സാഹചര്യം, ജയ്ക്ക് ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന INTUC നേതാവ് ആ കാലഘട്ടത്തിൽ അവിടെ കുറ്റകരമായ അനാസ്ഥ ചെയ്തു എന്നാണ്. ഞാൻ പറഞ്ഞത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന അല്ലെങ്കിൽ ഇന്ന് INTUC നേതാവായ G. ബൈജു അയാളായിരുന്നില്ല അന്ന് തിരുവാഭരണ കമ്മീഷണർ, KS. ബൈജു ആയിരുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അതാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം 2019 കാലഘട്ടത്തിൽ അങ്ങ് കേട്ടതിന്റെ കുഴപ്പമുണ്ട്. ശരി, ദേവസ്വം സെക്രട്ടറി ബൈജു ആരാണ്? അങ്ങക്ക് മനസ്സിലായില്ലേ? ആ ദേവസ്വം സെക്രട്ടറി ബൈജു ഇപ്പൊ INTUC ജില്ലാ പ്രസിഡന്റ്. ഞാൻ ആ തരത്തിൽ ഞാൻ തിരിച്ചു മറുപടി പറയുന്നില്ല. ഞാൻ പറയട്ടെ, അങ്ങക്ക് മനസ്സിലായില്ലേ? ഏത് ബൈജു ആണെങ്കിലും, ഏത് കോൺഗ്രസ് ആണെങ്കിലും, ഏത് CPM ആണെങ്കിലും ശരി, അങ്ങനെ ഏത് ബൈജു ആണെങ്കിലും ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഏത് ബൈജു ആണെങ്കിലും ഏത് കോൺഗ്രസ് ആണെങ്കിലും അത്രയും ഏത് പാർട്ടിയിൽപ്പെട്ടവരാ, ഏത് സംഘടനയിൽപ്പെട്ടവരാ, ശരി, അല്ല ജയിക്ക് അല്ലല്ല ശരിയാണ്. ജയിക്കിന്റെ അവസരത്തിൽ ഇടപെട്ടു, അത് നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ അബിൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ ശബ്ദം എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഇനി അബിൻ പറയട്ടെ. ഞാൻ ഇത്രയും നേരം ഇടപെടാതിരുന്നത് അങ്ങയുടെ അവസരത്തിൽ അബിൻ വർക്ക് ഇടപെട്ടത് കൊണ്ടാണ്. ഇനി അബിൻ പറയട്ടെ. അതായത് ആ മര്യാദയൊന്നും ഞാൻ കണ്ടില്ല. ആ മര്യാദയൊന്നും ഞാൻ കണ്ടില്ല. ഇരിക്കട്ടെ. ആദ്യത്തെ ഗൂഢാലോചന നടന്നത് അത് ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി കൊടുത്തതാണ്. ആരാണ് അത് എഴുതി കൊടുത്തത്? 6/3/2019 കത്തിൽ ദേവസ്വം കമ്മീഷണറാണ് എഴുതി കൊടുത്തത്. ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് N. വാസുവാണ്. ആ N. വാസുവിന്റെ കത്തിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയത് അന്നത്തെ ദേവസ്വം ബോർഡാണ്. ഗോൾഡ് ക്ലാഡഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ്, ചെമ്പ് തകിട് എന്ന് എഴുതി വെച്ച് ഈ ഗൂഢാലോചനയിൽ ആദ്യം പങ്കെടുത്തത് ഇവർ രണ്ടുപേരുമാണ്. N. വാസു ആരാണ്? N. വാസു ആരാണ്? CPM നേതാവാണ്. അയാളെ പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആക്കി. അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാണ്? അത് പത്മകുമാറാണ്. ആ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ് അത് എഴുതി വെച്ചത്. ഈ ദേവസ്വം, ഈ ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സംഘടിത നീക്കം അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം ചേർന്ന് മിനിറ്റ്സ് തിരുത്തിയിട്ടുണ്ടോ എന്ന സംശയം കോടതി. ദേവസ്വം കമ്മീഷണർ ആരാണ്? ദേവസ്വം കമ്മീഷണർ ആരാണ്? ദേവസ്വം കമ്മീഷണർ ലെറ്റർ N. വാസുവിന്റെ ലെറ്ററിലാണ് ആദ്യം ചെമ്പ് തകിടെന്ന് എഴുതിയത്. N. വാസു എന്നത് CPM നേതാവാണ്. നിങ്ങൾ CPM-ന്റെ നേതാവായി ദേവസ്വം പ്രസിഡന്റ് ആക്കിയ ആളാണ്. വെളുക്കച്ചിരിയുടെ ക്രെഡിറ്റ് ഉള്ള ജയിക്ക് അതിന് ഉത്തരം പറ. N. വാസു ആരാ? N. വാസു CPM-കാരനാണോ? അയാളെ തള്ളിപ്പറ. N. വാസു അല്ലേ ആദ്യം ഇത് കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി കോടതി വിധിയുടെ 3-ാമത്തെ കുറിച്ച് കോടതി പറഞ്ഞല്ലോ. അവരാരാ? അങ്ങൊന്നും പറ. അടിത്തറ അതാണ്. ഈ അതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? ഇനി ആരാണെങ്കിലും ജയിക്കേ, ഇനി ഏതവനാണെങ്കിലും ഞാനതിലൊരു ഒരു മിനിറ്റ്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്കാണ് ഈ കത്ത് അയക്കുന്നത്. അതിൽ ഗോൾഡ് ക്ലാഡഡ് എന്ന് തന്നെയാണുള്ളത്. ദേവസ്വം കമ്മീഷണറാണ് പിന്നീട് ദേവസ്വം ബോർഡിന് ഈ കത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയല്ല. ഇതിപ്പോ N. വാസുവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് സംസാരിക്കാൻ കഴിയില്ല, കോടതി വിധി വായിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഫോർവേഡ് ചെയ്ത് കൊടുത്ത ഒരു കാര്യത്തിൽ ക്ലാഡഡ് എന്നുള്ളത് കോപ്പർ എന്നാവില്ല. അപ്പൊ അവിടെ നിന്നൊരു മാറ്റം സംഭവിച്ചു എന്ന് തന്നെയാണ് സാമാന്യ ബുദ്ധി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ മാറ്റി കൊടുത്ത കത്തിലാണ് ഈ 9 പേര് ഒപ്പുവെച്ചത്. ഈ 9 പേർക്കും ആ ഒപ്പുവെച്ചതിൽ ഉത്തരവാദിത്തമുണ്ട്. അവിടെ വായിച്ചിട്ടാണെങ്കിലും വായിച്ചിട്ടല്ലെങ്കിലും വായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പക്ഷെ ആദ്യത്തെ തിരുത്തുണ്ടായത് ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണ് എന്ന് ഇന്ന് ഈ കോടതി വിധി വായിച്ചാൽ മനസ്സിലാകുന്ന ഒന്നാണ്.